ഹലോ. ഇപ്പൊ നടക്കുന്ന ഈ യുദ്ധം, അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ, ഇത് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, ഇത് ശരിക്കും ഇത് എന്തിനു വേണ്ടിയാണെന്ന് ഈ യുദ്ധം എന്ന്. അപ്പൊ എന്തിനു വേണ്ടിയാണെന്ന് ചോദിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അമേരിക്കയ്ക്ക് ഇസ്രായേലിന് ആവശ്യമാണ്. അത് യാതൊരു സംശയമില്ല. കാരണം എന്താണ്, ഈ GCC രാജ്യങ്ങളുടെ, പശ്ചിമേഷ്യൻ അറബ് രാജ്യങ്ങളുടെ ഇടയിൽ ഒരു ഗുണ്ടാ സംഘമായിട്ടാണ് ഇസ്രായേൽ ജൂതരാജ്യം അവിടെ കൊണ്ട് സ്ഥാപിച്ചത്. കാരണം കണ്ടമാന സമ്പത്തിന്റെ വർധനവും ഇഷ്ടംപോലെ സമ്പത്ത്, എണ്ണ സമ്പത്തും മറ്റുള്ള സ്വർണം കാര്യമൊക്കെ ഉണ്ടാക്കി വരുന്ന ഈ അറബ് രാജ്യങ്ങളിൽ വേറെ ആരും കയറി ആരും തലപൊക്കി വരരുത്. അവരെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് അമേരിക്കയുടെ അധീനതയിൽ നിർത്തിക്കൊണ്ട് പോകാനായി ചിട്ടപ്പെടുത്തി കൊണ്ടുവച്ച് സ്ഥാപിച്ച ഒരു ചമ്മാടി രാജ്യമാണ് ജൂതരാജ്യം. കാരണം മറ്റുള്ളവരാരും തലപൊക്കാതെ നോക്കേണ്ടത് ഇയാളെ ബാധ്യതയാണ്. അങ്ങനെ തലപൊക്കി കഴിഞ്ഞാൽ ഇയാളെ സഹായിക്കാൻ അമേരിക്ക വന്നുകൂടും. കുറെ പരിധി വരെയൊക്കെ ഈ സഖ്യകക്ഷികളൊക്കെ കൂടിയിരുന്നു. കാരണം ഉദാഹരണത്തിന് ഈ ഇറാനെ പോലെ തന്നെ ചങ്കുറ്റവും നട്ടലുള്ള ഒരു ഭരണാധികാരിയായിരുന്നു സദ്ദാം ഹുസൈൻ. ഈ സദ്ദാം ഹുസൈനെ പല രീതിയിലും വധിക്കാൻ നോക്കി, എന്നിട്ട് രക്ഷയിലെ അവസാനം മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഇവന്റെ കയ്യിൽ രാസായുധം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചു. ഒരു വല്ലാത്ത അവസ്ഥയെ കൊണ്ട് നിർത്തി. ആ സാഹചര്യത്തിലാണ് ഈ ഒരു അബദ്ധം സദ്ദാം ഹുസൈൻ കാണിച്ചത്. കുവൈറ്റ് ഇവരൊരു ഉച്ചകോടി നടന്നുകൊണ്ടിരുന്നപ്പോൾ കുവൈറ്റില് ഭയങ്കര കുറച്ചൊക്കെ സാമ്പത്തിക ഉയർച്ചയുടെ ഒരു ചെറിയ അഹങ്കാരമൊക്കെ കുവൈറ്റ് ഭരണാധികാരിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു യോഗം കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹത്തിനെ മോശമായിട്ട് സംസാരിക്കുകയും അവഹേളിക്കുകയും ചെയ്തു സദ്ദാം ഹുസൈനെ. അതിന്റെ പ്രതികാരം എന്നോണം എന്ത് ചെയ്തു, കുവൈറ്റ് കയറി പിടിച്ചു. കുവൈറ്റ് കയറി പിടിച്ചപ്പോൾ ജോർജ് ബുഷാണ് അന്നത്തെ ഭരണാധികാരി. അപ്പം അദ്ദേഹത്തിന്റെ അടുത്ത് അവൻ ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇറങ്ങിയില്ല. അവിടെ കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പം ഇത് തന്നെയാണ് ഈ സദ്ദാമിനെ ഒതുക്കാനായി ഒരു സാഹചര്യം അമേരിക്ക മനസ്സിലാക്കി. അന്ന് സഖ്യകക്ഷികളെല്ലാം, നാറ്റോ സഖ്യകക്ഷികളെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് എല്ലാവരും വന്ന് അതിനെ അടിച്ചൊതുക്കി അവരുടെ ഉദ്ദേശം അവിടെ നിലനിർത്തി. ഇസ്രായേലും പിന്നെ മറ്റുള്ള കക്ഷികളെല്ലാം കൂടി അമേരിക്ക സഖ്യകക്ഷികൾ എല്ലാവരും വന്ന് ഓരോരോ ബോംബിട്ട് കൊന്നു. എന്നിട്ട് പ്രചരണം ഉണ്ടാക്കി അവന്റെ കയ്യിൽ രാസായുധം ഉണ്ട്, അതുകൊണ്ട് അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും, സൗദിയും ഖത്തറും അതുപോലെ ഇറാനും അങ്ങനെയുള്ള ചുറ്റുപാടുള്ള രാജ്യങ്ങളെല്ലാം ഇത് ബാധിക്കും, മനുഷ്യരെല്ലാം മരിച്ചു വീഴും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാസ്ക് അമേരിക്ക ഇറക്കി. അന്ന് ഞാൻ സൗദി അറേബ്യ വർക്ക് ചെയ്യാണ്. മാസ്ക് ഇറക്കി. ആ മാസ്കിന് അന്നത്തെ 600 രൂപ വിലയാണ്. അതായത് എൻ്റെ ഒരു മാസം ശമ്പളമാണ് അതിന്റെ വില ആ സമയത്ത്. അപ്പം എല്ലാവരെയും ഇതേണൊക്കെ പൈസ കമ്പനികൾ കട്ട് ചെയ്തുകൊണ്ട് എല്ലാവർക്കും മാസ്ക് കൊടുത്തു. അങ്ങനെ കോടാനുകോടിക്കണക്കിന് ഡോളറുകൾ അതുവഴി ജനങ്ങളെ പറ്റിച്ച് അമേരിക്ക അടിച്ചെടുത്തു. എന്നാൽ അമേരിക്കക്ക് അറിയാം ഇതിനകത്ത് രാസായുധവും ഇല്ല, അവൻ്റെ ഒരു തേങ്ങയില്ല തന്നെ, കുറച്ച് ബോംബുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളായിരുന്നു. അപ്പം ഇങ്ങനെ പറ്റിച്ചുകൊണ്ട് കോടാനുകോടി പണം ആ വകയിൽ എന്ത് ചെയ്തു, അമേരിക്ക ഉണ്ടാക്കി. ഇനി അതിനുശേഷം പിന്നെ ഒരു ഇച്ചിരി ശക്തമായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമായിരുന്നു ഇറാൻ. ഇറാനിൽ ഏതാണ്ട് വർഷങ്ങളോളം, എൻ്റെ ഉദ്ദേശം ശരിയാണെങ്കിൽ 10-25 പുറത്ത് വർഷങ്ങളോളം ഉപരോധം ഏർപ്പെടുത്തി. ആ ഉപരോധത്തിൽ നിന്നുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്ത്, അവർ അണ്ടർഗ്രൗണ്ട് വഴി അവർ നല്ല ഈ മിസൈൽ ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു. ഒരുപാട് പേരെയൊക്കെ അവർ കൊന്നുകളഞ്ഞു. ആ ശാസ്ത്രജ്ഞന്മാരെ വെച്ചുകൊണ്ട് അവര് വളരെ സൈലന്റ് ആയിട്ട് മിസൈലുകൾ ഉണ്ടാക്കി. അവർക്കറിയാം ഏത് സമയം ഇതിനകത്തെ ഒരു ഇറാഖിന് സംഭവിച്ച കണക്കുള്ള ഒരു അവസ്ഥ നേരിടേണ്ടി വരും എന്നും വ്യക്തമായിട്ട് അറിയാം ഇറാന്. അതുകൊണ്ട് തന്നെ അവര് അതിന്റെ കരുതലുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ഈ ജൂതരാജ്യം എന്താ ചെയ്തത്, അടുത്ത് പരിസരത്തുള്ള അറബ് രാജ്യങ്ങളൊന്നും ഉയർന്നു വരരുത്. അതുപോലെ തന്നെ നല്ല ഫലപുഷ്ടിയും വളങ്ങളും നല്ല വളക്കൂറുള്ള മണ്ണായിരുന്നു ഫലസ്തീൻ. അത് കുറേശ്ശെ പിടിച്ചെടുത്ത് അവിടുത്തെ ഭരണം മൊത്തത്തിൽ അങ്ങ് പിടിച്ചു. അവിടെ ആരും തലവെക്കാൻ അനുവദിക്കില്ല. പാവങ്ങൾ കുറെ മരിച്ചു. ഒരുപാട് ഭരണാധികാരികളെ കൊന്നൊടുക്കി. അപ്പം ഇനി ഇത് ഒരു പരിധി കഴിയുമ്പോൾ ഈ നാറ്റോ സഖ്യമൊക്കെ കാലുമാറും, ആരും അങ്ങനെ പഴയതുപോലെ സഹകരിക്കില്ല എന്നൊരു ബോധ്യം വന്നപ്പോഴാണ് ഈ ജൂതൻ മറ്റൊരു ബുദ്ധി കണ്ടുപിടിച്ചത്. ഏതാണ്, മൊസാദിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു എഫ്സ്റ്റീൻ വ്യഭിചാരശാല. അപ്പൊ അവിടെയൊക്കെ ഈ ട്രംപിനെ അങ്ങനെ ഓരോരുത്തരെ നേതാക്കന്മാരെയൊക്കെ വലിയ ഈ എന്താണ് പറയുക, കാമപ്രാന്തന്മാരായി നിൽക്കുന്ന ഈ കുറെ കിളവന്മാരെയൊക്കെ അതിനകത്ത് കൊണ്ടുവന്ന് കുടുക്കി. കാരണം ഈ ഇസ്രായേലിനറിയാം എന്ന് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ആരും വരില്ല. അപ്പൊ ഇനി വരുന്നതിന് എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ, അവരെയൊക്കെ ഒന്ന് പേടിപ്പിച്ച് നിർത്തണമല്ലോ. അതിനുവേണ്ടിയാണ് ഈ എഫ്സ്റ്റീൻ വ്യഭിചാരശാല തുടങ്ങിയിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് കുറെ പേരെയൊക്കെ അങ്ങനെ അതിനെയൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്ന്
ആക്കിക്കൊണ്ട് അത് ഇങ്ങനെ കൂടെ കൂടെ വീഡിയോ കാണിച്ച് ട്രംപ് ഉൾപ്പെടെയുള്ളവരെയും ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന് ഇതാ കണ്ടോ ഇത് കാണിക്കും അതുകൊണ്ട് ഞങ്ങൾ പറയുന്നിടത്ത് നിന്നോണം. അങ്ങനെ ഈ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി ഇറാനെ നശിപ്പിക്കണം, ഇറാനെ തുലയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ ട്രംപിന് പോലും അനുസരിക്കാതിരിക്കാൻ പറ്റിയില്ല. കാരണം എന്താ, ചെറിയ ചെറിയ വീഡിയോകളൊക്കെ വിട്ടോളൂ, ഇനി വലുതൊക്കെ അവന്റെ ഇരിപ്പുണ്ട്. അങ്ങനെ എല്ലാരെയും പേടിപ്പിച്ച് ഇനിയിപ്പോ നമ്മളെ രാജ്യത്തിന്റെ ഒക്കെ പറയുന്നുണ്ട്, എന്തോ അതൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല, ഇതിനൊക്കെ പോസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ശരി, അത് കാണിച്ച് ഇങ്ങനെ പേടിപ്പിച്ച ഇപ്പൊ കൊല്ലും പേടിപ്പിച്ച് എല്ലാത്തിനെയും ഇറക്കി അവസാനം ഇതിൽ പെടാത്തവരൊക്കെ എന്തായാലും മാറിയൊക്കെ നിൽക്കുന്നുണ്ട്. ബാക്കി എല്ലാം കയറി ഇറാന്റെ അടുത്ത് ചെന്നു. അവരാ കൊണ്ട് കഴിയാവുന്ന പണി അവർ ചെയ്തു. ഏതായിരുന്നാലും ശരി, ഒരുപാട് ഈ നെതർനാഹുവും അവരുടെ പ്രധാനപ്പെട്ട കുറെ മന്ത്രിമാരും ഒക്കെ തീർന്നെന്നാണ് അറിവുകൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നെതർനാഹുവിന് തീർന്നെന്നുള്ളതിന് സത്യം തന്നെയാണെന്നുള്ളതിന്റെ തെളിവുണ്ട്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ മറ്റേ ക്യാമറയുടെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു. ജർമ്മനിയിൽ പോയി ചായ കച്ചവടമൊക്കെ കോപ്പി കച്ചവടമൊക്കെ തുടങ്ങി ഇയാള്, പാചകം കാണിക്കുന്നുണ്ട്, സ്റ്റൗ കത്തിക്കുന്ന കാണിക്കുന്നു. അതുപോലെ തന്നെ അയാള് പിന്നെ കോഫി കുടിക്കുന്ന കാണിക്കുന്നു. ഇവിടെ രാജ്യത്ത് കിടന്ന് എല്ലാ വെണ്ണവും കിടന്ന് പുകഞ്ഞ് നീറി മരിച്ചുകൊണ്ടിരിക്കുന്നു, രാജ്യം നശിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ചൊന്നും വന്ന് നോക്കാനും കാണാനും പറയാനുള്ള സമയമല്ല. അവിടെ പോയി ജർമ്മനി ചായ കച്ചവടം തുടങ്ങാൻ പോയത്, അവിടെ പോയി തുടങ്ങി അതും കൊണ്ട് അവിടെ നിൽക്കുകയാണ്, വീഡിയോ കാണുന്ന രീതി തന്നെ. അതുകൊണ്ട് ഇതിനകത്ത് നേട്ടം ആഗ്രഹിച്ചുകൊണ്ട് ഇറങ്ങി. പക്ഷെ എല്ലാ കാലവും പടച്ച തമ്പുരാൻ ആരെയും കൂടെ നിൽക്കുകയില്ല. കാരണം എന്താണ്, ധിക്കാരികളുടെ നാശം പതനം ഉറപ്പ് തന്നെയാണ്. എത്രത്തോളം ഉയരത്തിലേക്ക് ധിക്കാരത്തിലേക്ക് പോകുന്നു ആ വീഴ്ചയുടെ ആക്കവും കൂടുമെന്നുള്ളതാണ് സത്യം. അഹങ്കാരം കൂടുന്നതനുസരിച്ച് അവന്റെ പതനവും അതുപോലെ തന്നെ ആയിരിക്കും, എനിക്ക് യാതൊരു സംശയവുമില്ല. ഇതുപോലെ തന്നെ ആയിരിക്കും ഇനി ട്രംപിന്റെ അവസ്ഥയും വരാൻ പോകുന്നത്. അതൊക്കെ നമ്മൾ കണ്ടറിയാവുന്ന കാര്യമാണ്. കാരണം ഇനിയിപ്പം ഇവരെല്ലാം കൂടെ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവനെയും പോയി നിലത്തടിക്കാവുന്ന കേസേ ഉള്ളൂ. ഏതായിരുന്നാലും ശരി, ഈ യുദ്ധങ്ങൾ കൊണ്ട് മനസ്സമാധാനം എല്ലായിടവും നശിച്ചെന്നുള്ളതാണ്. കാരണം യുദ്ധം കൊണ്ട് ആരും വിജയിക്കുന്നില്ല. ഇനി എത്ര വലിയ വൻ ശക്തി ആയാലും ശക്തി ഇല്ലാത്തവരായാലും ശരി തന്നെ യുദ്ധം കൊണ്ട് വിജയിക്കില്ല എന്നൊരു കാര്യം ഉറപ്പാണ്. രണ്ടിടത്തും നാശങ്ങളെ സംഭവിക്കുള്ളൂ. അതിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നീ എത്രയും പെട്ടെന്നൊക്കെ നിർത്താൻ നമുക്ക് പടച്ചവനോട് പ്രാർത്ഥിക്കാം. പിന്നെ ഇവിടെ വേറൊരു വിഷയം വെച്ചാൽ പീഡിതന്റെ പ്രാർത്ഥന പടച്ചതമ്പുരാൻ മറയില്ലാതെ കേൾക്കും. 3 വിവാഹത്തിന്റെ പ്രാർത്ഥന മറയില്ലാതെ കേൾക്കും. അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അത് ഒന്ന് പീഡിതന്റെ പ്രാർത്ഥനയാണ്. നിസ്സഹായാവസ്ഥയിൽ പീഡിതൻ അള്ളാഹുവിനോട് കൈയുയർത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥന അവന്റെയും അള്ളാഹുവിന്റെ ഇടയ്ക്ക് ഒരു മറ കാണാതെ അത് സ്വീകരിക്കും. രണ്ടാമത്തെ കാര്യം, വലഞ്ഞുള്ള വഴിയാത്രക്കാരന്റെ പ്രയാസങ്ങളിൽ ആ പ്രാർത്ഥന പടച്ചതമ്പുരാൻ സ്വീകരിക്കും. മൂന്നാമത്തെ പ്രാർത്ഥന വെച്ചാൽ പിതാവിന്റെ സന്താനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. പിതാവ് മനസ്സുരുകി സന്താനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, അവരെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ആ പ്രാർത്ഥനയും ഇടയ്ക്കൊരു മറയില്ലാതെ അള്ളാഹു സ്വീകരിക്കുമെന്ന് സഹിയായിട്ടുള്ള ഹദീസുകളുണ്ട്. അപ്പൊ ഇവിടെ പീഡിതരുടെയൊക്കെ പ്രാർത്ഥന സ്വീകരിച്ചു. എന്തായാലും അവൻ എന്നേക്കുമായി അവന്റെ അഹങ്കാരം അവസാനിച്ച് അവൻ തീർന്നു. ഇനിയിപ്പം പെട്ടെന്ന് തല ഉയരാൻ പറ്റാത്തതുകൊണ്ട് എന്തൊക്കെയാ ഇറാനി ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യും. അതുകൊണ്ട് ഭൗതികമായ വിഷയത്തിൽ ഈ സാഹചര്യത്തിൽ GCC എല്ലാവരെയും ഇറാഖ് യുദ്ധം കഴിഞ്ഞതിന് ശേഷം എല്ലാവരെയും ഭയപ്പെടുത്തി നിർത്തിയിരുന്നത് ഇതാണക്ക് ഇറാനും നിങ്ങളെ കയറി ചൊറിയും അടിക്കും പിടിച്ചെടുക്കും, അതുകൊണ്ട് ഞങ്ങളുടെ സംരക്ഷണം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാ രാജ്യത്തും ഈ അറബ് രാജ്യത്തെല്ലാം കൊണ്ട് ചെന്ന് അമേരിക്കന്റെ ഓരോ ബേസുകൾ സ്ഥാപിച്ചു. എന്തിനാ, ഇനി ഇതാണക്ക് ഇറാഖ് പിടിച്ച കണക്ക് ഇനി ഇറാനും നിങ്ങളെയൊക്കെ പിടിക്കും എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് സംരക്ഷണമായിട്ട് അവിടെ എല്ലാം കൊണ്ടിരുത്തി. അത് ഈ അറബികൾക്ക് തല ഊരാനും പറ്റുന്നില്ല, വേണ്ടാന്നും പറയാൻ പറ്റൂല ഭയം, ഇനി വേണമെന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ ജീവിച്ചെന്ന്. കോടാനുകോടിക്കണക്കിന് ഡോളറുകളാണ് ഒരേ മാസം അതിന്റെ പേരിൽ കൊണ്ടുപോകുന്നത്. ചെലവും കൊടുത്ത് അവിടെ ജീവിപ്പിച്ചു. പക്ഷെ ഇപ്പൊ അറബികൾക്കെല്ലാം ഏകദേശം ബോധ്യമായി ഇവനെ കൊണ്ട് നമ്മളെ സംരക്ഷിക്കാൻ കഴിയില്ല. കാരണം അവനെപ്പോലും സംരക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയെ അവന്റെ താടും അയൺഡോമും ഒക്കെ പരിപ്പണമാക്കി മാറ്റി. ഇനി വേറെ ഏതാ സംരക്ഷിക്കുന്നത്, അതിന്റെയൊക്കെ ബലത്തിലാണ് നിന്ന് അവന്റെ ബേസുകളൊക്കെ അടിച്ചു. അതുകൊണ്ട് ഇനി ഇവിടെ ചെയ്യേണ്ടത് ഈ അറബ് രാജ്യങ്ങളും എല്ലാം കൂടെ ചേർന്നുകൊണ്ട്, ഇറാനും കൂടെ ചേർന്നുകൊണ്ട് അവരൊരു സഖ്യ കക്ഷിയായിട്ട് നിൽക്കലാണ് ഏറ്റവും നല്ല സുരക്ഷിതത്വം. ഭൗതികമായിട്ടുള്ള വിഷയത്തിൽ ഏത് ശക്തി നമുക്ക് കൂട്ടുപിടിക്കാം. ഒരു വലിയ ശത്രുവും ചെറിയ ശത്രുവും ആക്രമിക്കാൻ വരുമ്പം റസൂലുള്ള പറഞ്ഞ് ആ ചെറിയ ശത്രുവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് വലിയ ശത്രുവിനെ ഒതുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എന്ന് പറഞ്ഞ കണക്ക് ഭൗതിക വിഷയത്തിൽ ഇറാനുമായിട്ട് സഹകരിച്ചു പോകുന്നതിന് തെറ്റില്ല. കാരണം അത് രാജ്യങ്ങളുടെ സുരക്ഷിതമായിട്ട് ബന്ധപ്പെട്ട കുറെ കേസുകളുണ്ട്, നമ്മൾ ചെയ്യണം. ഈ വിഷയത്തിൽ ഇനിയും കണ്ടറിയാണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേക്ക് സാവകാശം നമുക്ക് വരാം.